ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന പുതിയ ക്രിപ്റ്റോ പ്രോജക്റ്റ് അവരുടെ സ്വന്തം ക്രിപ്റ്റോ കറൻസിയായ ഹാംസ്റ്റർ കോയിന് ടെലഗ്രാമിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കൈവിരൽ വെച്ചിട്ട് ഇതേപോലെ ടാപ്പ് ചെയ്തിട്ട് മൈൻ ചെയ്ത് വരുമാനം ഉണ്ടാക്കാം, അതായത് പണം ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്ന് കരുതി ഞാൻ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ ഇത് മൈൻ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന ക്രിപ്റ്റോ പ്രോജക്റ്റ് സ്കാം ആണോ, ഇനി സ്കാം അല്ലെങ്കിൽ അത് ലെജിറ്റാണോ, റിയൽ ആണോ എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന ക്രിപ്റ്റോ പ്രോജക്റ്റ് സ്കാം ആണോ അല്ലയോ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക, എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് ഇത്തരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എനിക്ക് ആദ്യമേ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന പുതിയ ക്രിപ്റ്റോ പ്രോജക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നേരത്തെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ അവസാനം വരെ കാണുക. എങ്കിൽ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന ക്രിപ്റ്റോ പ്രോജക്റ്റ് സ്കാം ആണോ അല്ലയോ എന്നുള്ളത് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഗെയിം, അതായത് ഹാംസ്റ്റർ കോയിന് നമുക്ക് മൈൻ ചെയ്തിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ടെലഗ്രാമിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കൈവിരൽ വെച്ചിട്ട് ടാപ്പ് ചെയ്തിട്ട് മൈൻ ചെയ്ത് ഏൺ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഈ ഹാംസ്റ്റർ കോയിന് കൂടുതലായിട്ട് നമ്മൾ ഏൺ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വരുമാനം, അതായത് പണം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് പണം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത് ഈ കിട്ടിയ കോയിൻസ് നമുക്ക് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ വിറ്റ് പണം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ട്രേഡ് ചെയ്തിട്ട് നമുക്ക് പണം ഉണ്ടാക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് കൂടുതലായിട്ടും ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഈ ഒരു മൈനിങ് സർവീസ് ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ടെലഗ്രാം അവരുടെ സ്വന്തം ബ്ലോക്ക് ചെയിനിൽ ടോൺ എന്ന ക്രിപ്റ്റോ കറൻസിയുടെ അണ്ടറിൽ നോട്ട് കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി അവർ ക്രിയേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരികയും ആ ഒരു കോയിനാണ് ആദ്യം ടെലഗ്രാമിൽ മൈനിങ് സർവീസിൽ ഇവർ ആൾക്കാർക്ക് ടാപ്പ് ചെയ്തിട്ട് മൈൻ ചെയ്ത് ഏൺ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കുന്ന ഒരു സംഭവം കൊണ്ടുവന്നത്. പക്ഷേങ്കിൽ അത് വലിയ രീതിയിൽ സക്സസ് ആയി, ആ ഒരു ഗെയിം വിജയിച്ചു, ഒരുപാട് ആൾക്കാർക്ക് പണം കിട്ടി, ഇവർ ഒരുപാട് ആൾക്കാർക്ക് പണം കൊടുത്തു. അതിനുശേഷമാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന പുതിയ ക്രിപ്റ്റോ പ്രോജക്റ്റ് അവരുടെ സ്വന്തം ക്രിപ്റ്റോ കറൻസിയായ ഹാംസ്റ്റർ കോയിന് ടെലഗ്രാമിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ടാപ്പ് ചെയ്തിട്ട് മൈൻ ചെയ്ത് ഏൺ ചെയ്യാവുന്ന സർവീസ് കൊണ്ടുവന്നത്. ഇത് ടെലഗ്രാമിൻ്റെ തന്നെ സർവീസാണ്, അതുകൊണ്ട് അതിന് അത്രയും ജെന്യൂനിറ്റി ഉണ്ട്. അതുമാത്രമല്ല, ഇവർ ടെലഗ്രാം ആദ്യം നോട്ട് കോയിന് ടെലഗ്രാമിൽ മൈൻ ചെയ്ത് ഏൺ ചെയ്യാവുന്ന സർവീസ് കൊണ്ടുവന്നപ്പം അത് കുറേ ആൾക്കാർ അന്ന് ചെയ്തിട്ട് നല്ല രീതിയിൽ പണം കിട്ടി. അതുപോലെ തന്നെ അത് ചെയ്യാൻ മിസ്സായ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യലും ഇതിൻ്റെ സാധ്യതകൾ, ഇതിൽ നിന്ന് പണം കിട്ടുന്നു എന്നുള്ളതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് ടെലഗ്രാമിൽ മൈനിങ് വന്നപ്പോൾ അതിലേക്ക് ഒരുപാട് ആൾക്കാർ ജോയിനായി വന്നു. അത് മൈനിങ് ചെയ്യാനും അത് പ്രൊമോഷൻ ചെയ്യാനും റെഫറൽ ചെയ്യാനൊക്കെ തുടങ്ങാനും ഇത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തി. അതുകൊണ്ടാണ് ഇപ്പം ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന ക്രിപ്റ്റോ പ്രോജക്റ്റിലേക്ക് ഒരുപാട് ആൾക്കാർ ജോയിനായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ടോട്ടലിൽ 200 കോടിയിലധികം യൂസേഴ്സ് ആണ് ഈ ഹാംസ്റ്റർ കോയിന് ടെലഗ്രാമിൽ മൈൻ ചെയ്തിട്ട് ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും യൂസേഴ്സ് ഇപ്പോൾ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റിന് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ഹാംസ്റ്റർ എന്ന ക്രിപ്റ്റോ പ്രോജക്റ്റ് ടെലഗ്രാമിൽ മൈനിങ്ങിലൂടെ ആൾക്കാർക്ക് വരുമാനം അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിൽ വന്നപ്പോൾ അത് വലിയ രീതിയിൽ സക്സസ് ആയി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലാണ്. അപ്പോൾ ഇത് സ്കാം ആണെന്നുണ്ടെങ്കിൽ ഇത്രയും കമ്മ്യൂണിറ്റി ഇതിലേക്ക് ജോയിനായിട്ട് വരുമോ? ഇവരുടെ യൂട്യൂബ് ചാനലിനെ എടുത്ത് നോക്കിയേ, ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് 3 കോടിയിലധികം സബ്സ്ക്രൈബേഴ്സാണ് നേടിയിരിക്കുന്നത്. അതുപോലെ അവരുടെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്വിറ്റർ, എക്സ്, ടെലഗ്രാം ചാനൽ ഒക്കെ എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 40 മില്യൻ്റെ മുകളിലോളം കമ്മ്യൂണിറ്റി അവർക്ക് ജോയിനായി കൂടി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കമ്മ്യൂണിറ്റി ഇവരുടെ പ്രൊജക്റ്റിലേക്ക് ജോയിനായിട്ട് കൂടി വരികയാണ്. അത് ഈ ഒരു പ്രൊജക്റ്റ് ലെജിറ്റായത് കൊണ്ടാണ്. ഇതൊരു സ്കാം ആണെന്നുണ്ടെങ്കിൽ ആരും ഇതിലേക്ക് ജോയിനായിട്ട് വരികയില്ല. ഇവരുടെ ഹാംസ്റ്റർ കോയിന് ടെലഗ്രാമിൽ മൈൻ ചെയ്യാൻ നിൽക്കുകയുമില്ല. ഇതൊരു ലെജിറ്റായ പ്രൊജക്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇതിലേക്ക് ജോയിനായിട്ട് വന്നിട്ടുള്ളത്. ഇവരുടെ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്ന ഗെയിം, അതായത് ആ ഒരു മൈനിങ് ടെലഗ്രാമിൽ
ടാപ്പ് ചെയ്തിട്ട് മൈൻ ചെയ്ത് ഏൺ ചെയ്യുന്നുള്ളത് ആയിട്ടില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വരുന്നേ ഉള്ളൂ. അതായത് ടെലഗ്രാമിൻ്റെ സ്വന്തം ബ്ലോക്ക് ചെയിനായ ടോൺ ബ്ലോക്ക് ചെയിൻ്റെ അണ്ടറിലുള്ള ആദ്യം ക്രിയേറ്റ് ചെയ്ത് വന്ന ടോൺ എന്ന ക്രിപ്റ്റോ കറൻസി അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ എക്സ് പേജിൽ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് അതിനെ ടാഗ് ചെയ്ത് മെൻഷൻ ചെയ്തിട്ടൊക്കെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവരുടെ ട്വിറ്റർ പേജിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് സ്കാം ആണ് എന്നുണ്ടെങ്കിൽ ടെലഗ്രാം തന്നെ ഇതിനെ ഒഫീഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യും ഇല്ല. അതുപോലെ തന്നെ ടെലഗ്രാമിൻ്റെ ടോൺ ബ്ലോക്ക് ചെയിനിൽ വരുന്ന ടോൺ എന്ന സ്വന്തം ക്രിപ്റ്റോ കറൻസി ക്രിപ്റ്റോ വേൾഡിൽ തന്നെ 8ാം റാങ്കിലുള്ള ബിറ്റ്കോയിൻ എത്തീരിയം പോലെ അത്യാവശ്യം പോപ്പുലറായിട്ടുള്ള നല്ല മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. ഈ ഒരു ടോൺ എന്ന ക്രിപ്റ്റോ കറൻസിയുടെ ടോൺ ബ്ലോക്ക് ചെയിനുമായിട്ട് ഹാംസ്റ്റർ കോമ്പാക്റ്റിന് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അപ്പോൾ ടെലഗ്രാമും ഹാംസ്റ്റർ കോമ്പാക്റ്റായിട്ട് ഓൾറെഡി പാർട്ട്ണർഷിപ്പുള്ള ഒരു അടിപൊളി പ്രൊജക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് വിശ്വസിച്ച് ഇവരുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് മൈനിങ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഈ ഹാംസ്റ്റർ കോയിന് ടെലഗ്രാമിൻ്റെ ടോൺ ബ്ലോക്ക് ചെയിനിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും ഈ ഹാംസ്റ്റർ കോയിനുണ്ട്. അടുത്തതായി ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഹാംസ്റ്റർ കോയിന് ഗേജ്.io, KuCoin തുടങ്ങിയ അത്യാവശ്യം നല്ല ട്രേഡ് വോളിയമുള്ള വലിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ പ്രീ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രീ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ അത് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ കറൻസി ലിസ്റ്റ് ചെയ്യും മുമ്പ് പ്രീ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓഫർ പ്രൈസിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓഫർ പ്രൈസിൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ ട്രേഡിങ്ങിലേക്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ പ്രോഫിറ്റിൽ അത് വിറ്റ് കാശാക്കി മാറ്റാം. അങ്ങനെ വലിയ രീതിയിൽ പ്രോഫിറ്റ് നമുക്ക് അവിടെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ഈ ഒരു ഹാംസ്റ്റർ എന്ന ക്രിപ്റ്റോ കറൻസി ഇവിടെ ഈ പറഞ്ഞ 2-3 ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ പ്രീ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രീ മാർക്കറ്റിൽ ഒരു ക്രിപ്റ്റോ കറൻസി ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രിപ്റ്റോ കറൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മറ്റ് പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ മൊത്തമായിട്ട് അനലൈസ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ ഒരു ക്രിപ്റ്റോ കറൻസി ആ എക്സ്ചേഞ്ചിൽ പ്രീ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ പ്രീ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ക്രിപ്റ്റോ കറൻസി ആ ഒരു എക്സ്ചേഞ്ചിൽ ഉറപ്പായിട്ടും പിന്നീട് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ലിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വമ്പൻ പ്രോഫിറ്റ് ആയിരിക്കും ഈ പ്രീ മാർക്കറ്റിൽ ആ ഒരു കോയിന് ഓഫർ പ്രൈസിൽ വാങ്ങിയവർക്ക് കിട്ടുക. അപ്പം ഈ ഹാംസ്റ്റർ കോയിന് 2-3 ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലും പ്രീ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തത് തന്നെ വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇത് വലിയ വലിയ പോപ്പുലറായിട്ടുള്ള ബിനാൻസ് പോലെയുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലൊക്കെ ലിസ്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് നല്ലൊരു പൊട്ടൻഷ്യലുള്ള ഒരു ക്രിപ്റ്റോ കറൻസി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആദ്യം ഈ ഒരു ക്രിപ്റ്റോ കറൻസിക്ക് നല്ല വില വന്നാലും അത് പിന്നെ ഡൗൺ ആവും, പിന്നെ അപ്പാവും, ഇങ്ങനെ അതിൻ്റെ ട്രേഡിംഗ് ഒക്കെ പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് ഹാംസ്റ്റർ കോയിന് കുറച്ച് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ പ്രീ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് സ്കാം അല്ലാത്ത ഒരു ക്രിപ്റ്റോ പ്രോജക്റ്റ് ആയതുകൊണ്ടാണ്. ഇത് ലെജിറ്റാണ്, റിയൽ ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ പ്രോജക്റ്റാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന പ്രോജക്റ്റ്. അതുകൊണ്ടാണ് ഈ ഒരു ഇവരുടെ ഹാംസ്റ്റർ കോയിന് ഈ പറഞ്ഞ കുറച്ച് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ പ്രീ മാർക്കറ്റിൽ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഹാംസ്റ്റർ എന്ന കോയിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതായത് ഈ ഒരു ക്രിപ്റ്റോ കറൻസിക്ക് എത്രത്തോളം റേറ്റ് വരും, അതായത് ഈ കോയിൻ്റെ റേറ്റ് $1 വരുമോ അല്ലെങ്കിൽ എത്ര റേറ്റ് വരും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ വീഡിയോക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം കൂടുതൽ ആൾക്കാർ എത്ര പ്രൈസാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത് എന്ന് നമുക്ക് അറിയാം, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. പിന്നെ കുറേ ആൾക്കാർ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന ക്രിപ്റ്റോ പ്രൊജക്റ്റ് സ്കാം ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവരോട് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ക്രിപ്റ്റോ എന്താണെന്നോ വെബ്3 എന്താണെന്നോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ എന്താണെന്നോ അറിയില്ല. അതിൻ്റെ പൊട്ടൻഷ്യൽ, അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ ഫ്യൂച്ചറൊന്നും അറിയത്തില്ല. അപ്പോൾ അത് അവർ പഠിച്ചു കഴിഞ്ഞാൽ അവർക്കത് പിന്നീട് അറിയാനും മനസ്സിലാക്കാനും പറ്റും. പിന്നീട് അവർ ഒരിക്കലും ഇത് പറയത്തില്ല. പക്ഷേ ഇതിൽ നിന്ന് പണം കിട്ടുന്നത് കണ്ടതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ക്രിപ്റ്റോ എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ ഇവിടെ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ വന്നിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളത്. എന്തായാലും അതൊക്കെ വൻ പോസിറ്റീവ് തന്നെയാണ്. എല്ലാവരും പണം ഉണ്ടാക്കണം, രക്ഷപ്പെടണം. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരു ഗെയിമിംഗ് പ്രൊജക്റ്റാണ്, ഗെയിം ഫൈ എന്ന് പറയും. ഇവിടെ ഇതിൽ നമ്മുടെ
ടൈമാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മളെന്ത് ചെയ്യുക, ഫ്രീ ടൈം കിട്ടുമ്പോൾ ദിവസവും നമ്മളെന്ത് ചെയ്യുക, ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ഫുൾ ടൈം ഇതിന് വേണ്ടി നമ്മുടെ സമയം കളയരുത് എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കുക, നമ്മളിവിടെ 1 രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ല. ഫ്രീ ആയിട്ടാണ് നമുക്ക് ഈ ഹാംസ്റ്റർ കോയിന് നമുക്ക് ടെലഗ്രാമിൽ ടാപ്പ് ചെയ്തിട്ട് മൈൻ ചെയ്ത് ഏൺ ചെയ്തിട്ട് പണം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേങ്കിൽ ഇവിടെ വലിയ എക്സ്പെക്റ്റേഷൻ, വലിയ നമുക്ക് കോടികൾ കിട്ടും, ലക്ഷങ്ങൾ കിട്ടുമെന്നൊന്നും വിചാരിച്ചിട്ട് ഇത് ചെയ്യേണ്ട. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എമൗണ്ട് കിട്ടും. അതായത് നമുക്കിപ്പോൾ ലംബോർഗിനി അല്ലെങ്കിൽ BMW അല്ലെങ്കിൽ വലിയ കൊട്ടാരം കെട്ടാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ട. നമുക്ക് എന്തായാലും ഒരു ചെറിയ എന്തെങ്കിലും ഇതിൽ നിന്നുള്ളൊരു എമൗണ്ട് കിട്ടും, എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് ചെയ്താൽ മതി. വലിയ പണം നമുക്ക് സമ്പാദിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ആരും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ നമുക്ക് ഒരുപാട് ലക്ഷങ്ങൾ കോടികളൊക്കെ കിട്ടി നമ്മൾ വലിയ കോടീശ്വരനാണെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. അങ്ങനെയൊന്നുമല്ല ഇത്. ഓക്കെ, പിന്നെ ക്രിപ്റ്റോയിൽ എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷനിൽ വരുന്നൊരു മൈനിങ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ ഒരു ടെലഗ്രാം മൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഗെയിം രൂപത്തിലാണ് ഇവിടെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ആ ഒരു മൈനിങ് സെക്ഷനിൽ പോയിട്ട് നമുക്ക് കാർഡ് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ 2-3 ടാസ്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി ഇതിൽ ഹാംസ്റ്റർ കോയിൻ ഏൺ ചെയ്യാം. ഇതിൽ പ്രോഫിറ്റ് പെർ ഹവർ കൂട്ടിയും അതുപോലെ തന്നെ അതിൻ്റെ ഹോം പേജിൽ നമ്മൾ ബാലൻസ് ഏകദേശം ഒരു 10 ലെവൽ വരെ നമ്മൾ കൂട്ടുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഹാംസ്റ്റർ കോയിൻ ഏൺ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ കുറച്ച് ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഹാംസ്റ്റർ കോയിന് കൂടുതലായിട്ട് ഏൺ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് ആ ഒരു കോയിന് ക്രിപ്റ്റോ മാർക്കറ്റിൽ ഏതെങ്കിലും ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ, വലിയ വലിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളൊക്കെ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് അവിടെ കൊണ്ടുപോയി പണമാക്കി മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് മൈൻ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ശരിക്കും ഒരു വിർച്വലായിട്ട് ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഉപയോഗിക്കുന്ന രീതിയിലാണ്. ഇതിൽ നമ്മൾ മൈൻ എന്ന സെക്ഷനിൽ വന്നാൽ കുറേ അധികം കോംബോ കാർഡുകൾ കാണാൻ സാധിക്കും. അതിൽ ഓരോ എക്സ്ചേഞ്ചിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളായി തരംതിരിച്ചിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ഓരോ ഏരിയകളാണ്. അതിൽ തന്നെ ലീഗലായിട്ട് പറഞ്ഞ കാറ്റഗറിയും ഉണ്ട്. ഇവിടെ കുറേ അധികം മേഖലകൾ കാണാനായിട്ട് പറ്റും. ശരിക്കും ലീഗലായിട്ടുള്ള എല്ലാ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടത് വളരെയധികം അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന ക്രിപ്റ്റോ പ്രോജക്റ്റും വളരെയധികം റിയൽ ആയിട്ടുള്ള ലെജിറ്റായിട്ടുള്ളൊരു പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ഇതിലുമുള്ളത്. കൂടാതെ ഒരുപാട് വാർത്തകളൊക്കെ ഞാൻ കണ്ടായിരുന്നു. അതായത് ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ മൈൻ ചെയ്തിട്ട് അതിൽ കോയിനൊക്കെ ഏൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ അല്ലെങ്കിൽ ആ ഒരു ഗെയിം കളിച്ചാൽ നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്കാവും എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ അത് മണ്ടത്തരാണ്. അതായത് നമ്മളിവിടെ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ ഹാംസ്റ്റർ കോയിന് മൈൻ ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു തരത്തിലുള്ള പെർമിഷനും നമ്മുടെ മൊബൈൽ ഫോണിൽ കൊടുക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്കാവുന്നത്? അതായത് നമ്മൾ ഗാലറി പെർമിഷൻ, ലൊക്കേഷൻ പെർമിഷൻ, ഇങ്ങനെയുള്ള ഒരു പെർമിഷനും നമ്മളിവിടെ കൊടുക്കുന്നില്ല. നമ്മളിവിടെ ടെലഗ്രാമിൻ്റെ ഉള്ളിൽ ടെലഗ്രാമിൻ്റെ ആ ഒരു മൈനിങ് സർവീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ടെലഗ്രാം നമുക്കറിയാം വാട്സപ്പിനേക്കാളും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റ ഒന്നും ഒരിക്കലും ലീക്കാവാനുള്ള അല്ലെങ്കിൽ ഹാക്കാവാനുള്ള സാധ്യത ഇല്ല. നമ്മുടെ മൊബൈൽ ഫോണൊന്നും ഒരിക്കലും ഹാക്കാവില്ല ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന ക്രിപ്റ്റോ നമ്മൾ മൈൻ ചെയ്യുന്നതിലൂടെ. അപ്പോൾ ഈ ഒരു കാര്യം ക്രിപ്റ്റോയിലുള്ള ആൾക്കാർക്ക് അറിയാം. പക്ഷേ ക്രിപ്റ്റോയിൽ ഇല്ലാത്ത, ക്രിപ്റ്റോ എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ക്രിപ്റ്റോനെ പറ്റിയും ബ്ലോക്ക് ചെയിനെ പറ്റിയും വെബ്3നെ പറ്റിയിട്ടൊക്കെ സമയം കിട്ടുമ്പോൾ ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന ക്രിപ്റ്റോ പ്രൊജക്റ്റ് സ്കാം ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവ മനസ്സിലായി കാണും ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന ക്രിപ്റ്റോ പ്രൊജക്റ്റ് സ്കാം അല്ല എന്നുള്ളത്. എങ്കിൽ ഈ വീഡിയോ നിങ്ങളെന്ത് ചെയ്യുക, അവസാനം വരെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എത്ര ആൾക്കാർ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷേങ്കിൽ ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നുള്ളത്. കാരണം എല്ലാ കാര്യങ്ങളും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിൽ കൂടുതൽ സമയം എടുക്കും. അതുകൊണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന ക്രിപ്റ്റോ പ്രൊജക്റ്റിൻ്റെ ഫൗണ്ടേഴ്സ് ഒന്നും പബ്ലിക് അല്ല, അത് അനോണിമസ് ആണ്. നമുക്കറിയാം ബിറ്റ്കോയിൻ്റെ ഫൗണ്ടേഴ്സും അനോണിമസ് ആണ്, അതൊന്നും പബ്ലിക് ആക്കിയിട്ടില്ല. അതേപോലെ ഇതും സെയിം ആണ്. ബിറ്റ്കോയിൻ 2009 മുതലുണ്ട്, ഇപ്പോഴും അത് അനോണിമസ് ആണ്. അതുപോലെ തന്നെ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന ക്രിപ്റ്റോ കോയിൻ്റെ വൈറ്റ് പേപ്പർ ഇതുപോലെ റിലീസ് ചെയ്തിട്ടില്ല. അത് കുറച്ച് കഴിഞ്ഞാൽ റിലീസ് ചെയ്യും. അതങ്ങനെ തന്നെയാണ് മറ്റുള്ള ക്രിപ്റ്റോ പ്രോജക്റ്റിനൊക്കെ. ചിലത് പെട്ടെന്ന് വരും, ചിലത് കുറച്ച് ഡിലേ ആവും. അതുപോലെ തന്നെ ഈ ഹാംസ്റ്റർ കോയിൻ്റെ ടോട്ടൽ സപ്ലൈ 10 ബില്യൺ ആണ്. അപ്പോൾ സപ്ലൈ കൂടുതലാണ്, അതുകൊണ്ട് വലിയ റേറ്റൊന്നും ഇതിന് ഉണ്ടാവില്ല.
ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോയെ പറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോകൾ യൂട്യൂബിൽ ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ ബൈ.